ശ്രീ ലത്തീഫ് പറമ്പിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അങ്ങ് അദ്ദേഹത്തിൻ്റെ സഹചാരി കൂടിയായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. MD ആത്മകഥ എഴുതാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തിയിരുന്നു? അദ്ദേഹത്തിൻ്റെ ആത്മകഥാ രൂപത്തിലുള്ള പുസ്തകങ്ങൾ പലതും വന്നു. നാലുകെട്ട അടക്കമുള്ള കഥകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മാംശങ്ങളുണ്ട്. എങ്കിൽ പോലും ആത്മകഥാരൂപത്തിൽ അതെഴുതാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നോ? അതിൻ്റെ എന്തെങ്കിലും നടപടികൾ അദ്ദേഹം മുന്നോട്ട് നീക്കിയിരുന്നോ? അതേപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ ശ്രീ ലത്തീഫ് പറമ്പിൽ? അത് MT തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ സാഹിത്യത്തോട് കൂട്ടിവെച്ചാൽ അതെൻ്റെ ആത്മകഥയാവും. ഞാൻ ഒരു ആത്മകഥ എഴുതാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് MT പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് MTയുടെ ആത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അത് MTയുമായിട്ട് സംസാരിച്ചിട്ട് ഡോക്ടർ ശ്രീകുമാർ, ഹലോ കേൾക്കാവോ? കേൾക്കാം. തുടരാം. ഹലോ ഹലോ ലത്തീഫ് തുടരാം. ഹലോ കേൾക്കാവോ? കേൾക്കാം ലത്തീഫ്, കേൾക്കാം. അപ്പോൾ MT ഒരിക്കലും ആത്മകഥ എഴുതാൻ ആഗ്രഹിച്ചിരുന്നില്ല. MT അത് വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ആ ഇൻ്റർവ്യൂവിലും, വാരാണസി വന്ന ലക്കത്തിൽ ആ ഇൻ്റർവ്യൂവിലും ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഒരു ആത്മകഥ എഴുതാത്തതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ രചനകൾ മൊത്തം കൂട്ടിവെച്ചാൽ അതെൻ്റെ ആത്മകഥയാണ്, അല്ലാതെ ഇനിയൊരു ആത്മകഥ എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീർത്തും പറഞ്ഞിരുന്നു. അതെ, മാതൃഭൂമിയിലൂടെ അത് പുറത്തു വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. MDയുടെ ആത്മകഥ ആ രൂപത്തിലെങ്കിലും പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.